പുരാതന കാലത്ത് മക്കയിലേക്കുള്ള പ്രവേശന കവാടമായിരുന്നു ജിദ്ദയിലെ ബലദ്. ഒരാഴ്ചക്കിടെ 10 ലക്ഷത്തിലേറെ പേരെത്തിയതോടെ റമദാനിൽ ജനസാഗരമാണ് ജിദ്ദയിലെ പുരാതന നഗരമായ ബലദ്. റമദാനിലെ രാവുകളിൽ പരമ്പരാഗത അറബ് സംസ്കാരവും പുരാതന അറബ് രുചികളും ദൈവകീർത്തനങ്ങളുമൊക്കെ ഇവിടെയുണ്ട്. പണ്ട് മക്കയിലേക്കുള്ളൊരു കടൽ തീര കവാടം. ജിദ്ദ ബലദിലൂടെ നടന്നാൽ എല്ലാം പുരാതന അറബ് ലോകത്തേക്കുള്ളൊരു യാത്രയാണ്. ചരിത്രം തങ്ങി നിൽക്കുന്ന തെരുവ്. അറേബ്യൻ കഹ്വ നുണഞ്ഞ് അതിലൂടെ വെറുതെ നടക്കാനെത്തുന്നവരാണ് നല്ലൊരു പങ്കും. ജിദ്ദക്കാരുടെ ഇഷ്ട ഇടമായിട്ടുള്ള ബലദിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബലദ് റമദാൻ ആയതോടുകൂടി സജീവമായിരിക്കുകയാണ്. എൻ്റെ പുറകിലുള്ള തിരക്ക് നിങ്ങൾക്ക് കാണാം. ഈ ബലദിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജിദ്ദയിലെ തന്നെ പ്രധാന വിപണികളിലൊന്നാണ്, പ്രധാന തെരുവുകളിലൊന്നാണ്. ഇവിടെ വന്നാൽ ഓഡിയുടെ ഏറ്റവും പുതിയ ബ്രാൻഡ് ന്യൂ കാർ മുതൽ മഞ്ഞൾപ്പൊടി വരെ നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എപ്പോഴാണ് വന്നേ? എവിടെ സ്ഥലം? ഞങ്ങൾ കൊണ്ടോട്ടി. ഇവിടെയാണോ താമസിക്കുക? ജിദ്ദയിലാണ്? അതെ, ബലദിന്റെ അടുത്താണ്. അപ്പോൾ ഇവിടെ ദിവസം വരുമോ? ഇല്ല, ഇടയ്ക്കൊക്കെ. ഏകദേശം എത്ര മണി വരെ ഇവിടെ സ്പെൻഡ് ചെയ്യും? 12 മണി വരെ. ഇവിടുത്തെ ഒരു തിരക്കൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? അടിപൊളിയാണ് അല്ലേ? മലയാളികളടക്കം നിരവധി പേരാണ് ഇവിടെ നിത്യേന സന്ദർശകരായി എത്തുന്നത്. ആ കാഴ്ചകൾ തുടരാം. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും പറയാം. പരമ്പരാഗത കരകൗശല വസ്തുക്കൾ, ഭക്ഷണശാലകൾ, തെരുവോര കച്ചവടങ്ങൾ ഇവയെല്ലാം കൊണ്ട് സജീവമാണ് ഈ രാത്രി ചന്ത. مرحبا ومسهلا، حياكم الله، نورتونا وشرفتونا والشهر مبارك عليكم. يا مرحبا بكم في البلد في جدة. اليوم خطوتك سهلناها عندنا في البلد الراعي الاستراتيجي الحصري في جدة التاريخية. در العقارية ترحب بكم وتبني بيوتكم. جيت تتمشى ومشيت خطوتك لبيتك. يا مرحبا ومسهلا وكل سنة وانتم طيبين. ബാബുമക്ക മുതൽ പുരാതന ഇടനാഴികൾ വരെ നീളുന്ന വീഥി എല്ലാം നിറഞ്ഞു തന്നെ. طبعا هنا في جدة التاريخية الأجواء جدا رهيبة. رمضان والبلد والأجواء ويا حلاوة يا طراوة والأجواء بيرفكت عال العال يا طراوة يا. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ചരിത്ര സ്മാരകങ്ങളും ഇവിടെയുണ്ട്. റമദാൻ അവസാനിക്കുന്നതുവരെ സൗദിയുടെ പ്രധാന നഗരങ്ങളെല്ലാം ഇത്തരത്തിൽ രാത്രികാലങ്ങൾ സജീവമാകും. ജിദ്ദയിൽ നിന്നും മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1.